ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡല്ലേ, അങ്ങനെ വണ്ടി സൈഡിലേക്ക് ഒതുക്കാൻ പറയുകയാണ് ഡ്രൈവറോട് സത്യഭാമ. എന്നിട്ട് രണ്ടുപേരെയും നോക്കുമ്പോൾ അല്ല സുസ്മിത, മോൾ എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് ഭാമ. അന്നേരം സുസ്മിത ഒന്നും മിണ്ടുന്നില്ല. വല്ല ആറ്റിലോ കുളത്തിലോ ഒക്കെ കളഞ്ഞു കാണുമെന്ന് സുസ്മിത ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. അന്നേരം നീ എന്താ മിണ്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ അവർ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ച് കാണും എന്നിങ്ങനെ സുസ്മിത പറയുകയാണ് പെട്ടെന്ന്. അന്നേരം ആരുടെ കയ്യിൽ ഏൽപ്പിക്കാനാണ്, അതും ഇത്രയും ചെറിയ കുഞ്ഞിനെ എന്ന് പറഞ്ഞ് ചുറ്റുമൊക്കെ ഭാമ നോക്കുന്നുണ്ട്. അന്നേരം ഭാമ വിഷ്ണു ഇങ്ങനെ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നതും ആ ബണ്ണ് കഴിക്കുന്നതും ഒക്കെ സങ്കടത്തോടെയാണ് ഭാമ നോക്കുന്നത്. തുടർന്ന് സുസ്മിത ആ ഭാമയുടെ മുഖഭാവം ശ്രദ്ധിച്ച ശേഷം ഇവരിപ്പോൾ സെൻറ്റിമെൻ്റൽ മൂഡിലാണല്ലോ, ഇനി എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് കെട്ടിയെടുക്കുമോ എന്ന് ചിന്തിച്ച് പെട്ടെന്ന് സുസ്മിത അങ്ങ് ഭാവം മാറ്റുകയാണ്. അത് ആൻറ്റി എത്ര വിഭവസമൃദ്ധമായ ആഹാരവും ഇഷ്ടഭക്ഷണവും ഒക്കെ കഴിച്ച് വളർന്നതാണ് വിഷ്ണുവേട്ടൻ. എൻ്റെ ദേ ഇപ്പോൾ കണ്ടില്ലേ, തെരുവോരത്തൊരു കടയിലിരുന്ന് ചായയും ബണ്ണും ഒക്കെ കഴിക്കുന്നു. ഇത് കണ്ടിട്ട് എൻ്റെ ചങ്ക് തന്നെ പിടഞ്ഞു പോകുന്നു എന്നും പറഞ്ഞ് സുസ്മിത അങ്ങ് തകർത്തഭിനയിക്കുകയാണ്. നേരവും ഭാമയ്ക്ക് അങ്ങ് കണ്ണൊക്കെ നിറയുന്നുണ്ട്. തുടർന്ന് സുസ്മിത പറയുകയാണ്, നമുക്ക് പിണക്കമൊന്നും വേണ്ട ആൻറ്റി, നമുക്ക് വിഷ്ണുവേട്ടനെ കൂട്ടിക്കൊണ്ട് പോകാം, വീട്ടിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ട് പോകാം, വാശിയൊന്നും വേണ്ട, നമുക്ക് ആരോടും പിണക്കം വേണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ചെറുതായിട്ട് ഭാമയൊന്ന് അയയുകയാണ്. തുടർന്ന് സുസ്മിത പറയുകയാണ്, നമുക്ക് ശാലിനിയെയും കൂട്ടിക്കൊണ്ട് പോവാം, വിഷ്ണുവേട്ടൻ ശാലിനി ഇല്ലാതെ എന്തായാലും വരില്ല. ഇനിയിപ്പോൾ നാട്ടുകാർ ചിലപ്പോൾ പറയുമായിരിക്കും മകൻ്റെയും മരുമകളുടെയും മുന്നിൽ സത്യഭാമ മുട്ടുകുത്തി വാക്കാണ് പ്രധാനം എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഭാമ ഒരു ഏറുപടക്കമാണ് എന്നൊക്കെ നാട്ടുകാർ കരുതും. അതൊന്നും കണക്കാക്കണ്ട, നമുക്ക് സ്നേഹമല്ലേ വലുത്, നമുക്ക് അവരെ കൂട്ടിക്കൊണ്ട് പോകാം, നമുക്ക് പിണക്കമൊന്നും വേണ്ടാന്നിങ്ങനെ പറയുകയാണ്. അത് തന്ത്രത്തിൽ തന്നെയാണ് സുസ്മിത പറയുന്നത്. അന്നേരം പെട്ടെന്ന് സത്യഭാമയുടെ ഭാവം മാറുകയാണ്. വണ്ടി എടുക്ക് ജോസേ എന്നിങ്ങനെ പറയുമ്പോൾ അല്ല ആൻറ്റി അവരെ കൂട്ടുന്നില്ലേ എന്നിങ്ങനെ പെട്ടെന്ന് സുസ്മിത ചോദിക്കുകയാണ്. അന്നേരം സ്നേഹമല്ല സത്യഭാമയ്ക്ക് പ്രധാനം, വാക്ക് തന്നെയാണ് സത്യഭാമയ്ക്ക് പ്രധാനം എന്ന് പറഞ്ഞൊരു ഉറച്ച നിലപാടിൽ ഭാമ അങ്ങ് അഹങ്കാരത്തോടുകൂടി ഇരിക്കുകയാണ്. തുടർന്ന് വണ്ടി അങ്ങ് പോകുന്നുണ്ട്. അതേസമയം സുസ്മിത ചിന്തിക്കുകയാണ്, നിങ്ങളെ കൊണ്ട് എങ്ങനെ വണ്ടി എടുപ്പിക്കണം എന്ന് എനിക്ക് നന്നായിട്ടറിയാം. സത്യഭാമ എന്ന പാവയുടെ ചരടിരിക്കുന്നത് ഈ സുസ്മിതയുടെ ഈ കൈകളിലാണ് എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ട് സുസ്മിത അങ്ങ് ഇരിക്കുകയാണ്. അതേസമയം വണ്ടി മുന്നോട്ട് പോകുന്നത് ശാലിനി കാണുന്നുണ്ട്. അന്നേരം നമ്പറും വണ്ടി നോക്കിയ ശേഷം ദേ വിഷ്ണുവേട്ടാ നമ്മുടെ കാറല്ലേ പോകുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവും വണ്ടി ശ്രദ്ധിക്കുകയാണ്. അന്നേരം ഒരു നിമിഷം ശ്രദ്ധിക്കുന്ന വിഷ്ണു പെട്ടെന്ന് പറയുന്നുണ്ട്, അതിന് നമുക്ക് എവിടെയാ കാറ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഇന്നലെ വരെ നമ്മുടെ കാർ ആയിരുന്നില്ലേ, അതിവിടെ കുറച്ചു നേരം നിർത്തിയിട്ടിരിക്കുകയായിരുന്നു തോന്നുന്നു എന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം അന്വേഷിച്ച് വരാനുള്ളത് സുസ്മിതയോ അമ്മയോ ആണ്. നമ്മുടെ ഡൈനിങ് ടേബിളിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിഭവസമൃദ്ധമായ ഭക്ഷണം കണ്ടിട്ട് മനസ്സ് നിറഞ്ഞ് തൃപ്തിയായിട്ട് പോകുന്നതായിരിക്കും. ഇതൊക്കെ കഴിക്കേണ്ടി വന്നല്ലോ, ഇറക്കിവിട്ട മകൻ ഇതൊക്കെ കഴിക്കേണ്ടി വന്നല്ലോ എന്ന് സന്തോഷിച്ച് പോവുകയായിരിക്കും എന്നൊക്കെ വിഷ്ണു അങ്ങ് പറയുന്നുണ്ട്. പക്ഷെ വിഷ്ണു സങ്കടത്തോടെയാണ് പറയുന്നത്. അങ്ങനെ ശാലിനി പറയുകയാണ്, ഇല്ല വിഷ്ണുവേട്ടാ സത്യാമ്മ അങ്ങനെയൊന്നും കരുതില്ല എന്നാ. തുടർന്ന് ചായയൊക്കെ കുടിച്ച് എഴുന്നേറ്റ ശേഷം ശാലിനി പറയുന്നുണ്ട്, വിഷ്ണുവേട്ടൻ അമ്മയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിയ ശേഷം വീട്ടിലേക്ക് പോകുമോ, കുഞ്ഞിന് വേണ്ട ഒലിവ് ഓയിലും ബേബി സോപ്പും ഒക്കെ വാങ്ങണം, ഞാൻ പോയിട്ട് വരാമെന്ന്. അന്നേരം ഞാൻ കൂടി വരാമെന്ന് പറയുമ്പോൾ അതേ സമയം കുഞ്ഞിനെ അവിടെ നിർത്തണ്ട, പരിചയമില്ലാത്തതല്ലേ, ഞാൻ പോയിട്ട് വരാമെന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് വിഷ്ണു തൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുകയാണ്. അന്നേരം 2 100 നോട്ടും ഒരു 10 നോട്ടും. തുടർന്ന് വിഷ്ണു നോക്കിയ ശേഷം ശാലിനിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ്, ഇത് വച്ചോ എന്നും പറഞ്ഞു. തുടർന്ന് ശാലിനി അങ്ങ് സങ്കടത്തോടെ അത് വാങ്ങുന്നുണ്ട്. അതിനുശേഷം ആ ശാരിക വള തന്നത് ഓർക്കുകയാണ്. വിഷ്ണുവേട്ടൻ അറിയണ്ടെന്ന് പറഞ്ഞതും ഓർത്തിട്ട് ശാലിനി അങ്ങ് നടന്നു പോവുകയാണ്. അന്നേരം നടക്കുമ്പോൾ സൂക്ഷിച്ചു പോണേന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട്. തുടർന്ന് ശാലിനി അങ്ങ് കരയുകയാണ്, വിഷ്ണുവേട്ടൻ അറിയാതെ ഇത് ചെയ്യുന്നതിൽ എന്നോട് പൊറുക്കണം, നമ്മുടെ പാറുവിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കണ്ടേ, അതിനു വേണ്ടിയാണ് ഞാൻ ഈ ചെയ്തതെന്നും പറഞ്ഞ് ശാലിനി അങ്ങ് നടന്നു പോകുന്നുണ്ട്. തുടർന്ന് ശാലിനി ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ഈ വള കൊണ്ടുപോയി പണയം വയ്ക്കുകയാണ്. അന്നേരം അയാളെ മാറ്റൊക്കെ ഉരച്ച് നോക്കിയതിന് ശേഷം 9000 രൂപ കൊടുക്കാമെന്ന് പറയുമ്പോൾ 10000 രൂപ വേണം, അത്യാവശ്യമാണ്, പെട്ടെന്ന് തിരിച്ചെടുത്തോളാം എന്നൊക്കെ പറയുമ്പോൾ കൊച്ചിത്രയും പറഞ്ഞ സ്ഥിതിക്ക് എങ്ങനെയാ തരാതിരിക്കാമെന്നും പറഞ്ഞ് 10000 തികച്ച് കൊടുക്കുന്നുണ്ട്. തുടർന്ന് ശാലിനി ആ കടയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിജിലെ അവിടെ വെച്ച് കാണുകയാണ്. അന്നേരം ശാലിനി എന്താ എവിടെയും ചോദിക്കുമ്പോൾ പണയം വയ്ക്കാൻ വന്നതാണ്, കയ്യിലൊരു സ്വർണ്ണ വള ഉണ്ടായിരുന്നു, അത് പണയം വെച്ചു, ഇപ്പോൾ പുതിയ വീട്ടിലേക്ക് താമസമൊക്കെ മാറിയില്ലേ, ആവശ്യങ്ങളില്ല, പിന്നെ ഇന്ദുമതി അമ്മയോടും കമലിനോടും വിഷ്ണുവേട്ടനോടും എന്നെ ഇവിടെ കണ്ട കാര്യം പറയണ്ട, പണയം വെച്ച കാര്യം പറയണ്ട, വിഷ്ണുവേട്ടൻ ആദ്യമായിട്ട് എനിക്ക് വാങ്ങിച്ചു തന്ന വളയാണ്, വിഷ്ണുവേട്ടന് വല്ലാത്ത സങ്കടം എന്ന് പറയുമ്പോൾ ഞാൻ ആരോടും പറയില്ല എന്ന് വിജില സമ്മതിക്കുകയാണ്. തുടർന്ന് വിജില എന്താ എവിടെയും ചോദിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ പണയം വയ്ക്കാനായിട്ട് ഒന്നും ഇല്ല എന്ന് ശാലിനിക്ക് അറിയാമല്ലോ, ഒരു അത്യാവശ്യം വന്നപ്പോഴും അയൽപ്പക്കത്തെ മോളി ചേച്ചിയുടെ കയ്യിൽ നിന്നും ഞാനൊരു കമ്മൽ വാങ്ങി പണയം വെച്ചു, ഭർത്താവ് അറിയാതെയാണ് ചേച്ചി തന്നത്, ഇപ്പോൾ ഭർത്താവ് അറിഞ്ഞപ്പോൾ അടിയും വഴക്കും ഒക്കെയായി, ചേച്ചിക്ക് പക്ഷേ പരാതിയൊന്നും
കുഴപ്പമൊന്നുമില്ല, എന്നാലും നമ്മളത് കണ്ടില്ല എന്ന് വയ്ക്കാൻ പാടില്ലല്ലോ. ഇപ്പോൾ എടുക്കാനായിട്ട് ചെന്നപ്പോൾ പലിശയൊക്കെ ആയിട്ട് എടുത്താൽ പൊങ്ങാത്ത തുകയായി. ഞാനൊരു അവധി പറയാൻ വന്നതാണ്, ഇനിയിപ്പോൾ ലേലത്തിൽ വെക്കുമോ എന്നും അറിയില്ല. ഈ സ്വർണ്ണം എന്ന് പറയുന്നത് വല്ലാത്ത സാധനം തന്നെയാണ്. ശാലിനി പണയം വെച്ചത് സ്വന്തമായത് എന്തായാലും നന്നായി. ആരോട് സമാധാനം പറയണ്ടല്ലോ. ഇതിപ്പോൾ എല്ലാവരെ കൊണ്ടും ഈ സ്വർണ്ണം എല്ലാവരെ കൊണ്ടും നമ്മുടെ പിണങ്ങിപ്പിക്കും, കൂടപ്പിറപ്പിനെ വരെ നമ്മുടെ അകറ്റും എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുന്ന ശാലിനിക്ക് ചെറുതായിട്ടൊരു വിഷമം തോന്നുന്നുണ്ട്. ശാലിനിയുടെ വളയാണല്ലോ ശാലിനി ഇവിടെ പണയം വെച്ചത്. പക്ഷേ വിജിലയോട് സ്വന്തം വളയാണെന്നാണ് പറഞ്ഞത്. തുടർന്ന് വിജില അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട് ഫിനാൻസ് കമ്പനിയിലേക്ക്. തുടർന്ന് ശാലിനി വിജില പറഞ്ഞ കാര്യം ആലോചിച്ച് സങ്കടത്തോടെ അങ്ങ് നടന്നു പോവുകയാണ്. തുടർന്ന് കാണിക്കുന്നത് ബാലചന്ദ്രൻ്റെ ഓഫീസാണ്. അവിടെ ബാലചന്ദ്രനാണെങ്കിൽ ഗോപാലകൃഷ്ണൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് ചന്ദനത്തിരിയും വിളക്ക് കത്തിച്ച് വെച്ച് പൂജയൊക്കെ നടത്തുകയാണ്, ആരതിയൊക്കെ ഒഴിഞ്ഞ്. തുടർന്ന് അടുത്തൊരു കൂട്ടുകാരനുമുണ്ട്. തുടർന്ന് ആ പൂജയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, എടാ ബാലചന്ദ്ര, ഇത് കണ്ടാൽ തോന്നുമല്ലോ അങ്ങേര് മരിച്ചു പോയെന്ന്. അങ്ങനെ മരിച്ചു പോയവരെ മാത്രമേ പൂജിക്കാൻ പാടുള്ളൂ എന്നൊന്നും ഇല്ലല്ലോ. ഇതിപ്പോൾ ഈ ഗോപാലകൃഷ്ണൻ തന്നെയാണ് എൻ്റെ ദൈവം എന്നിങ്ങനെ പറഞ്ഞ് കസേരയിലേക്ക് ഇരിക്കുകയാണ്. അന്നേരം ആ ഫോട്ടോയുടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഗോപാലകൃഷ്ണൻ ഈ സ്ഥാപനത്തിൻ്റെ ഐശ്വര്യമെന്ന്. തുടർന്ന് കൂട്ടുകാരൻ ചോദിക്കുകയാണ്, അങ്ങേരെ അമ്പലനടയിലും ആശുപത്രിയിലുമൊക്കെ ക്ഷയരോഗമൊക്കെ ബാധിച്ച് കിടക്കുമ്പോൾ നീ ഇവിടെ ഇരുന്ന് സുഖിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ്. അന്നേരം എന്നേക്കാൾ ഞാൻ ഈ ജോലിയൊക്കെ ചെയ്യുന്നത് വെറുതെ ഒരു ചെറുത് മാത്രമാണ്. എന്നേക്കാൾ വലിയ വൻമരമായിട്ട് ഗോപാലകൃഷ്ണൻ നിന്നപ്പോൾ ഇതിനേക്കാളും വലിയ ചതികളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങേരിപ്പോൾ ജയിലിൽ കിടക്കുന്നത് അത് ഞാൻ കാരണമൊന്നുമല്ല, അത് അങ്ങേരുടെ വിധി കൊണ്ട് മാത്രമാണ്. പിന്നെ അങ്ങേര് ഭാര്യയോടും മക്കളോടുമൊക്കെ ചെയ്ത ക്രൂരതയൊക്കെ നോക്കുമ്പോൾ ഈ ശിക്ഷയൊക്കെ വെറും ചെറുതാണ്. എൻ്റെ ചേച്ചിയാണെങ്കിൽ അയാളെ കല്യാണം കഴിച്ചത് പണം കണ്ടിട്ട് തന്നെയാണ്. പിന്നെ അയാളിൽ നിന്നുള്ളത് കിട്ടാതെ ആയപ്പോൾ ചേച്ചി വേറൊരാളെ കണ്ടെത്തിപ്പോയി. പിന്നെ ഇതെല്ലാം നീ എടുത്തോ ബാലചന്ദ്ര എന്നും പറഞ്ഞ് ദൈവം വെച്ച് നീട്ടുമ്പോൾ ഞാൻ എന്തിനു വേണ്ടാന്ന് പറയുന്നു എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ വളരെ സന്തോഷത്തോടുകൂടി സംസാരിക്കുകയാണ്. അന്നേരം നീ രാഷ്ട്രീയത്തിലേക്കും ഇറങ്ങിയത് നന്നായി, അടുത്ത ഇലക്ഷൻ നിനക്ക് എന്തായാലും സീറ്റ് കിട്ടും, ബമ്പർ ലോട്ടറി നിനക്ക് തന്നെയാണെന്നൊക്കെ കൂട്ടുകാരൻ പറയുന്നുണ്ട്. അന്നേരം MLA സ്ഥാനമൊന്നും എനിക്ക് വേണ്ട, MP ആണെങ്കിൽ നോക്കാമെന്നൊക്കെ അവർ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശാരിക ഓഫീസിലേക്ക് വരുന്നത്. തുടർന്ന് എന്താണെന്ന് ചോദിക്കുമ്പോൾ ശാരിയെ കാണുമ്പോൾ ബാലേന്ദ്രൻ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഒരു കാര്യം സംസാരിക്കാനാണെന്ന് പറയുമ്പോൾ അകത്തേക്ക് കയറി വാന്ന് പറയുകയാണ്. തുടർന്ന് അകത്തേക്ക് ശാരിയെ കയറുമ്പോൾ ഗോപാലകൃഷ്ണൻ്റെ ഫോട്ടോയും അവിടെ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. തുടർന്ന് വീണ്ടും എന്താണെന്ന് ചോദിക്കുമ്പോൾ കുറച്ച് പണം കടം വാങ്ങാൻ വന്നതാണെന്ന് ശാരിക പറയുന്നുണ്ട്. അന്നേരം അങ്ങോട്ട് ഇരിക്കാൻ പറയുകയാണ് ബാലചന്ദ്രൻ. അന്നേരം അടുത്ത കസേരയിൽ ആ കൂട്ടുകാരെ ഹരീഷ് ഇരിക്കുന്നുണ്ട്. ഹരീഷിനെ ഒന്ന് നോക്കിയിട്ട് ശാരിക ആ നോട്ടം കണ്ടിട്ട് ഞാനിവിടെ നിന്നോളാം എന്ന് പറയുന്നുണ്ട്. അന്നേരം പണം കടം വാങ്ങാനാണ് വന്നതെങ്കിൽ നീ ഇവിടെ ഇരുന്നേ മതിയാകുമെന്ന് ബാലചന്ദ്രൻ ഉറപ്പിച്ച് പറയുമ്പോൾ ശാരിക അങ്ങോട്ടത്തേക്ക് ഇരിക്കുകയാണ്. തുടർന്ന് എത്ര കാശ് വേണമെന്ന് ചോദിക്കുമ്പോൾ 2 ലക്ഷം എന്ന് പറയുന്നുണ്ട്. അന്നേരം ഈട് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം കുടുംബശ്രീ ഹോട്ടലിൻ്റെ ആധാരമാണെന്ന് പറഞ്ഞ് അതെടുത്ത് നീട്ടുകയാണ്. അന്നേരം ഹരീഷിനോട് അത് വാങ്ങിച്ച് നോക്കാനൊക്കെ പറഞ്ഞിട്ട് അയാൾ നോക്കിയിട്ട് തുടർന്ന് ബാലചന്ദ്രൻ അത് വാങ്ങുകയാണ്. തുടർന്ന് 10 സെൻറ്റ് സ്ഥലമല്ലേ ഉള്ളൂ, അതിന് 2 ലക്ഷം രൂപയൊന്നും കിട്ടില്ല, നിങ്ങൾ തിരിച്ച് തരാതിരുന്നാൽ പിന്നെ പോക്കുവരവ് ചെയ്യിക്കാനുള്ള അളന്ന് തിട്ടപ്പെടുത്താനും പോക്കുവരവ് ചെയ്യിക്കാനും ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് പൈസയാവും, ഓണം കയറാൻ മൂലയിൽ ഇത്രയൊന്നും കിട്ടില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശരീരങ്ങ് വിഷമമൊക്കെ ആകുന്നുണ്ട്. തുടർന്ന് ശരി പറയുകയാണ്, കുറുപ്പ് സാറ് പറഞ്ഞല്ലോ ഇതിൻ്റെ 10 ഇരട്ടി മൂല്യം കിട്ടുമെന്ന് പറഞ്ഞു എന്ന്. അന്നേരം ഹരീഷിനോട് സെൻറ്റിന് എത്ര വിലയുണ്ടെന്ന് ചോദിക്കുമ്പോൾ 20,000 അല്ലെങ്കിൽ 25,000 കൂടി പോയാൽ അത്രേ കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് കുറുപ്പ് സാർ അങ്ങനെ പറഞ്ഞെങ്കിൽ അങ്ങേരിൽ നിന്ന് പോയി പണം വാങ്ങിയിരുന്ന് പറഞ്ഞ് ആധാരമായി മേശപ്പുറത്തേക്ക് അങ്ങ് ബാലചന്ദ്രൻ എറിയുന്നുണ്ട്. അന്നേരം അവസാനം വഴിയും അടഞ്ഞു എന്ന് തോന്നുമ്പോൾ ശാരിക്ക് ആകെ വിഷമാകുകയാണ്. ശരിയാണെങ്കിൽ മുഖം കൈവച്ച് ഇങ്ങനെ അമർത്തി അവിടെ ഇരുന്ന് അങ്ങ് പൊട്ടിക്കരയുകയാണ്. അത് കാണുമ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ ഹരീഷിനെ ഇങ്ങനെ നോക്കുകയാണ്. തുടർന്ന് ശാരി എങ്ങനെ കുനിഞ്ഞിരുന്ന് കരയുമ്പോൾ ഹരീഷിനോട് പുറത്തേക്ക് പോകാനായിട്ട് ബാലചന്ദ്രൻ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ്. തുടർന്ന് ഹരീഷ് അങ്ങ് പുറത്തേക്ക് പോകുന്നുണ്ട്. അതൊന്നും ശാരിക കാണുന്നില്ല. തുടർന്ന് പതിയെ സീറ്റിൽ നിന്നും എഴുന്നേൽക്കുന്ന ബാലചന്ദ്രൻ ശാരികയുടെ പിന്നിലേക്ക് വന്നിട്ട് തോളിൽ ഇങ്ങനെ കൈവയ്ക്കുകയാണ്. അന്നേരം പെട്ടെന്ന് പേടിച്ച് ശാരിക അങ്ങ് എണീക്കുകയാണ്. ഞാൻ പോകുന്നു എന്നും പറഞ്ഞ് ആധാരം എടുക്കാനായിട്ട് വരുമ്പോൾ ബാലചന്ദ്രൻ അതങ്ങ് എടുക്കുകയാണ്. നീ ഒരു ആവശ്യമായിട്ട് വന്നിട്ട് നിന്നെ എങ്ങനെ പറഞ്ഞയക്കും, ആ കാര്യം നടക്കാതെ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ആധാരം തന്നാൽ ഞാൻ പൊയ്ക്കോളാം ഇങ്ങനെ ശാരിക കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അന്നേരം നീ ആദ്യമായിട്ട് എൻ്റെ അടുത്തൊരു ആവശ്യത്തിന് വന്നതല്ലേ, അത് നടത്തിയിട്ട് പോവാം, നമുക്ക് കാര്യങ്ങളൊക്കെ ഇരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് ശാരികയുടെ അടുത്തേക്ക് നീങ്ങുകയാണ്. അന്നേരം ശാരിക പുറകോട്ട് മാറുന്നുണ്ട്. പക്ഷെ ബാലചന്ദ്രനാണെങ്കിൽ ആ ടേബിളിൻ്റെ പുറത്തേക്ക് അങ്ങ് ഇരിക്കുകയാണ്. ശാരിക ആകെ പേടിച്ച് നിൽക്കുന്നുണ്ട്. തുടർന്ന് പറയുന്നുണ്ട്, നിന്നെ ഒറ്റയ്ക്ക് കിട്ടിയാൽ കടിച്ചു കീറാനായിട്ട് ഞാൻ ചെന്നായൊന്നുമല്ല, സമൂഹത്തിലിപ്പോൾ മാന്യമായ നിലയും വിലയും ഒക്കെയുള്ള ഒരാളാണ് ഞാൻ, മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശാരി ഇങ്ങനെ ബാലചന്ദ്രൻ നോക്കുകയാണ്.
നോക്കുകയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ ഒന്നുകൂടി പറയുന്നുണ്ട്, ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഞാനൊരു ബോബൻ ജോൺ അല്ല എന്നിങ്ങനെ പറയുകയാണ്. പെട്ടെന്ന് ശാരിക അന്നത്തെ പഴയ സംഭവം ഓർക്കുന്നുണ്ട്. ബോബൻ ജോൺ എന്ന് പറയുന്ന ഒരാളിനെ ശാരികയുടെ ഒരു കൂട്ടുകാരി കൊണ്ട് പരിചയപ്പെടുത്തിയതും പിന്നീട് രാജീവ് വന്ന് രക്ഷിച്ച കാര്യങ്ങളൊക്കെ. തുടർന്ന് ആകെ അമ്പരന്ന് നിൽക്കുന്ന ശാരികയോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇതൊക്കെ ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കുമല്ലേ, നിങ്ങളുടെ പിന്നാലെ, നിങ്ങൾ ശാരദാമ്മയുടെ 3 മക്കളുടെയും പിന്നാലെ ഒരു റഡാർ പോലെ ഞാൻ ഉണ്ടായിരുന്നു. നിന്റെ അനിയത്തിയുടെ മരുന്നടി മുതൽ നീയും നിന്റെ ഭർത്താവും ഒരു മുറിയിൽ ഒരുമിച്ചല്ല കിടന്നുറങ്ങുന്നത് എന്ന് വരെ എനിക്കറിയാമെന്ന് പറയുമ്പോൾ ശാരിക ഇങ്ങനെ മുഖം തിരിക്കുകയാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ പിന്നാലെ എപ്പോഴും ഒരു കണ്ണുണ്ടാവും, ഇനിയിപ്പോൾ കെട്ടിച്ച് വിട്ടാലും ഇല്ലെങ്കിലും എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരവും ശാരിക ആകെ വിഷമിച്ച് നിൽക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിന്നോട് എനിക്കൊരു മോഹം ഉണ്ടായിരുന്നു എന്നുള്ളത് ശരി തന്നെ, ഉണ്ടായിരുന്നു എന്നല്ല ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ഇങ്ങനെ കവിളിൽ കൈവയ്ക്കുകയാണ്. എന്ന് വെച്ചാൽ അന്നൊരു ദിവസം ശാരദാമ്മയോട് ആ ശാരികയെ ഞാനെന്ന് കെട്ടിക്കോളാം, സ്ത്രീധനം ഫ്രീ എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പേ ശാരദാമ്മയാണ് അന്ന് ബാലചന്ദ്രനെ അടിച്ചത്. ആ അടിയുടെ ഓർമ്മയിലാണ് ബാലചന്ദ്രൻ കൈ ഇങ്ങനെ വയ്ക്കുന്നത്. എന്നിട്ട് തുടർന്നങ്ങ് ആ സീറ്റിൽ നിന്നും പതി എഴുന്നേറ്റ് ശാരികയുടെ അടുത്തേക്ക് വരികയാണ്. ശാരിക അങ്ങനെ പേടിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ ബാലചന്ദ്രൻ അവിടെ ശാരിക ഒന്നും ചെയ്യില്ല, പൈസ കടം കൊടുക്കുമായിരിക്കും. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അതൊക്കെ നാളത്തെ എപ്പിസോഡിൽ. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.